എന്തുവാടാ ഇത്? എടാ വില്യംസ്, എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്? ഞാൻ ആ ജംഗ്ഷൻ മുതൽ നിന്നെ ഫോളോ ചെയ്യാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, അല്ല ഇതിനു മുമ്പ് വേറെ ആൾക്കാർ ചേസ് ചെയ്ത് ഇടിച്ച് ഞങ്ങളെ തിരികെ കൊടുത്തു. ചേസ് ചെയ്തപ്പോൾ ഇതാരാ കക്ഷി? എന്റെ ഫ്രണ്ടാ, കറിയാച്ചൻ. കടമറ്റത്ത് കറിയാച്ചൻ. ഹലോ. ഹലോ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇതാ എന്റെ അഡ്രസ്. വൈകുന്നേരം കൊണ്ട് ഇറങ്ങ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഐ വിൽ ബി എക്സ്പെക്ടിങ് യു ടുഡേ. ഓക്കെ ഓക്കെ, ബൈ. സീ. ആ. പിന്നെ എന്തൊക്കെ ഉണ്ടടാ? കൊല്ലം കുറെ ആയല്ലോ കണ്ടിട്ട്. ഉവ്വ് കാണുമ്പോ മാത്രമേ നിനക്ക് സ്നേഹം ചിരിയൊക്കെ ഉള്ളൂ. എടാ, കല്യാണത്തിന് നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത പോട്ടെ, ഒരു കുറിയെങ്കിലും അയച്ചുകൂടായിരുന്നു നിനക്ക്? സൂസനെ ഞാൻ കാണാതിരിക്കുക. രണ്ടുപേർക്കും എഴുത്തുകൾ കൈമാറാനും വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഞാൻ വേണമായിരുന്നു. ഞാനായിരുന്നു ഹംസം, പോസ്റ്റ്മാൻ. എന്താണെന്നും മിണ്ടാത്തത്? നമ്മൾ ആഗ്രഹിച്ചതുപോലൊന്നും ആയിരുന്നില്ല സണ്ണി കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസ് മാത്രമാണ്. ഗൾഫിൽ വലിയ ജോലിയുള്ള ഒരാളുടെ പ്രപ്പോസൽ വന്നപ്പോൾ അവളുടെ മട്ടൊക്കെ മാറി. ആ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ മുന്നിലൊന്ന് കുറെ കരഞ്ഞു. അന്ന് ഞാനൊന്നും അല്ലായിരുന്നല്ലോ. പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ വെറും നാടകമായിരുന്നു. കൂടുതൽ മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ച് നടത്തിയ ഒരു ഡേർട്ടി ട്രിക്ക്. ജീവിതത്തോട് എന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി. ഇപ്പൊ ഈ ക്ലാസ്സും പിള്ളേരും ഒക്കെയാണ് എന്റെ ജീവിതം. അതൊക്കെ പോട്ടെ, ഒത്തിരി നാളായില്ലേ, നമുക്കൊന്ന് കൂടാം.